യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി. ജയിലിലെത്തി നേരിൽ കാണാനാണ് അനുമതി. വർഷങ്ങൾക്ക് ശേഷമാണ് നിമിഷയെ അമ്മ കാണുന്നത്. ഷംന അശോക് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ഷംന, ഒടുവിൽ 12 വർഷത്തിന് ശേഷം അമ്മ മകളെ കാണാൻ പോവുകയാണ്. എപ്പോൾ കാണാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്? സനായിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ ഉള്ളത്. അവിടേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നിമിഷപ്രിയയുടെ അമ്മയായ പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി തന്നെ യമനിലേക്ക് എത്തിച്ചേരും, സന ജയിലിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ചില പ്രൊസീജിയർ കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഉണ്ട്. അതായത് ചില പേപ്പർ വർക്കുകൾ കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിമിഷപ്രിയയെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ പ്രേമകുമാരി ഉള്ളത്. ഒപ്പം തന്നെ മലയാളിയായ സാമുൽ കൂടി അമ്മയെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. ഏതായാലും അവിടുത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് മകളെ കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് യമനി പൗരന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകണം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോത്രവർഗമായതുകൊണ്ട് തന്നെ അവർക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ നിയമങ്ങൾ കൂടി അവിടെ പൂർത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അതിന് എത്ര പണം നൽകി മോചിപ്പിക്കാൻ കഴിയും, അതേ എത്ര പണം അവർക്ക് വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി യമനി പൗരന്റെ കുടുംബമാണ് തീരുമാനമെടുക്കേണ്ടത്. അവരുടെ കുടുംബത്തെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നീട് വ്യക്തത നൽകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സനായിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനുള്ള അനുമതി അമ്മ പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തിച്ചേരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെ ചില പ്രൊസീജിയേഴ്സ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമൃത.